CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും പഞ്ചാബ് എഫ്സിയും ആയിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പഞ്ചാബ് എഫ്സി വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചാബ് എഫ്സിയുടെ സൂപ്പർ താരമായ ജോർദാൻ ആണ് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഗോൾ കണ്ടെത്തിയത്. 63-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റിയിലൂടെ ആയിരുന്നു ജോർദാൻ എന്ന ഈ ഒരു സൂപ്പർ താരം ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഈ മത്സരത്തിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ, ഷൂട്ട്സിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നും 11 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. പഞ്ചാബ് എഫ്സി ആണെങ്കിൽ വെറും 9 ഷോട്ടുകൾ മാത്രമാണ് ഉതിർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഓൺ ടാർഗറ്റ് ഷോട്ടിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്തു നിന്നും 3 ഷോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്തും 3 ഷോട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഓവറോൾ പൊസിഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ വെറും 48% മാത്രം പൊസിഷനാണ് പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ എഫ്സിയുടെ ഭാഗത്താണെങ്കിൽ 52% നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 77% പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്തും 74% നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്തുമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കൂടാതെ പാസിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്ത് 382 പാസും 398 പാസും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫൗളുകളുടെ എണ്ണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ്സി 10 ഫൗളുകളാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിൽ 14 ഫൗളുകളും വെച്ചിട്ടുണ്ട്. യെല്ലോ കാർഡിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2 യെല്ലോ കാർഡുകളാണ് പഞ്ചാബ് എഫ്സി ഇന്ന് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും 2 യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു മത്സരം കഴിഞ്ഞ് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 20 പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി 8ാം സ്ഥാനത്തും 20 പോയിന്റുമായി കൊണ്ട് തന്നെ പഞ്ചാബ് എഫ്സി 9ാം സ്ഥാനത്തുമാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആണെങ്കിൽ 29 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തും നിലകൊള്ളുന്നുണ്ട്. ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.